പതിനെട്ടാണ്ടത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബ്രാഞ്ച് മാനേജർമാരായ PS ശ്രീജ, K നന്ദകുമാർ എന്നിവർക്ക് കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ ബാങ്ക് ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ചെയർമാൻ അഡ്വക്കേറ്റ് KM മുഹമ്മദ് നവാസ്, വൈസ് ചെയർമാൻ KK സുരേന്ദ്രൻ, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ജനറൽ മാനേജർ സനൽ ചാക്കോ, ജീവനക്കാരുടെ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. സംബന്ധിച്ചിടത്തോളം ബാങ്കിന് ഈ രണ്ട് മാനേജർമാർ റിട്ടയർ ചെയ്തു പോകുമ്പോൾ നമുക്ക് അവരുടെ സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സേവനത്തിന് നമ്മൾ ഓർക്കുന്നത് എപ്പോഴും നമ്മുടെ ബാങ്കിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ 30 വർഷക്കാലത്തെ അല്ലെങ്കിൽ 29 വർഷക്കാലത്തെ അവരുടെ പ്രവർത്തനം എന്നുള്ളതാണ്. അത് മറ്റ് ജീവനക്കാർക്ക്, മാനേജർമാർക്കൊക്കെ ഒരു മാതൃക എന്ന രീതിയിലിരിക്കാൻ നാം കാണും. നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ നല്ല വാക്കുകൾ പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സമയം അത് കുറച്ചും കൂടി യൂത്തായിട്ടുള്ള കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ മധ്യവയസ്കരിലോ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അവരുടെ സേവനം, അവരുടെ ഊർജം അത് നമ്മുടെ ബാങ്കിന് ആ സേവനത്തിലൂടെ വന്നു എന്നുള്ളതാണ്. അതാണ് സ്മരിക്കേണ്ടത്. കാരണം ഇവർ പോകുമ്പോഴുണ്ടാകുന്ന അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ LPA കുറച്ചു കൊണ്ടുവന്ന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ കഴിഞ്ഞു, നമുക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ അവരുടെ കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം നമ്മുടെ ബാങ്കിനെ ഭീമ ബാങ്കായിട്ട് ബ്രാഞ്ചിനെ മാറ്റുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മാനേജറാണ്. ബ്രാഞ്ചിന്റെ എല്ലാവിധ ഉന്നമനത്തിനു വേണ്ടി, ബാങ്കിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നന്ദകുമാറിനെ ഈ അവസരത്തിൽ നന്ദിയോട് സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നന്ദകുമാറിന്റെ ഫാമിലി, അതുപോലെ ശ്രീജയുടെ മകന്റെ